റഹ്മാൻ. ഇവിടെ പലപ്പോഴും ആളുകൾക്ക് തെറ്റ് സംഭവിക്കാറുള്ളത്, ഇത് സൂക്ഷ്മത കൂടുതലായിക്കൊണ്ട് തെദ്രീബിൽ വരുന്നുണ്ട് താഴെ റഹ്മാൻ എന്ന് റാഇന്റെ മഖ്റജിലേക്ക് നാവ് സ്പർശിക്കാതെ, വ്യക്തമായ റാ ഉച്ചരിക്കാതെ അവ്യക്തമായ ഒരു ശബ്ദം റഹ്മാൻ എന്ന് പറയും. അത് തെറ്റാണ്. റഹ്മാൻ എന്ന് കൂടുതൽ തക്രീർ വന്നുകൊണ്ടുള്ള കൂടുതൽ റാ ഉച്ചരിച്ചുകൊണ്ടുള്ളതും തെറ്റാണ്. രണ്ടിന്റെയും ഇടക്കാണ് ശരി കിടക്കുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റാഇന്റെ ഉച്ചാരണത്തിൽ. അർ-റഹ്മാനിർ റഹീം, അർ-റഹ്മാനിർ റഹീം. ആറാമത്തെ വിപരീതമില്ലാത്ത സിഫത്താണ് തഫഷി. തഫഷി എന്ന് പറഞ്ഞാൽ ഇന്തിശാറു സൗതി ഷീനി, ഷീനിന്റെ ശബ്ദത്തിന്റെ വ്യാപനമാണ്. മഖ്റജി ഹത്ത യസ്തദിമ ബിസ്സഫഹതി ദാഖിലിയ ലിൽ അസ്നാനിൽ ഉൽയ വസ്സുഫ്ല. അതങ്ങനെ വ്യാപിച്ചിട്ട് അങ്ങനെ എവിടെ വരെ എത്തുന്നു? മുൻപല്ലിന്റെ രണ്ട് മേലെയും താഴെയും മുൻപല്ലുകളുടെ ആ ഉൾഭാഗത്തെ പോയി സ്പർശിക്കുന്നു ആ ശബ്ദം. അതിന് മാത്രം ഇങ്ങനെ വ്യാപനം എന്ന ഒരു സിഫത്ത്. അഷ് അഷ് വശംസി വശംസി വദുഹാഹ വശംസി 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 എന്ന് തഫശി ഇല്ലാതെ ഉച്ചരിച്ചാൽ അബദ്ധമാണ്. ശരിയായ ഷീനിന്റെ ഉച്ചാരണമായിട്ടില്ല. സഫീർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, 3 അക്ഷരങ്ങൾ. ചില പണ്ഡിതന്മാർ ഷീനിലും സഫീർ ഉണ്ട് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്നാൽ തഫശി എന്ന ഷീനിന് മാത്രമുള്ള ഒരു സിഫത്താണ് സ്ഥാപിക്കപ്പെട്ട കൂടുതൽ പണ്ഡിതന്മാരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതാണ് ശരിയായി നമുക്ക് മനസ്സിലാവുന്നത്. തഫശി എന്നാൽ ശബ്ദത്തിന്റെ വ്യാപനം. ഏഴാമത്തതാണ് എന്ന് പറഞ്ഞാൽ ദൈർഘ്യം, നീണ്ടതാവുക, ദീർഘിക്കുക. ഇൻദിഫാഉൽ ലിസാൻ ഇൻദ നുത്ഖി الضاد من مؤخرة الفم إلى مقدمته حتى يلامس رأس اللسان أصول الثنيتين العليين وذلك تحت تأثير الهواء الضاغط خلف اللسان. ചുരുക്കി പറഞ്ഞാൽ നാവിന്റെ ഒരു തള്ളലാണ് ദ്വാദ് ഉച്ചരിക്കുമ്പോഴുള്ള നാവിന്റെ ആ തള്ളൽ. എന്നിട്ട് അങ്ങനെ എന്ത് സംഭവിക്കുന്നു? വായുടെ പിൻവശം മുതൽ മുൻവശം വരെയും അത് നാവിന്റെ തലപ്പിലോളം അഗ്രത്തോളം എത്തുമാറ്, എന്നിട്ട് ഈ മുൻപല്ലുകൾ മേലെ മുൻപല്ലുകളെ സ്പർശിക്കുന്ന വിധത്തിലേക്ക്, രണ്ട് മുൻപല്ലുകളെ സ്പർശിക്കുന്ന അതിന്റെ അടിഭാഗത്തെ ഉസൂലിനെ, മുരടിനെ സ്പർശിക്കുന്നത് വരെയും ഇത് നീണ്ടുവരുന്നു. എന്ത്? ആ നാവിന്റെ നാവിന്റെ സൈഡ്. അതാണ് ഈ ഇസ്തിതാല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നാവിന്റെ തലപ്പ്. അപ്പൊ അല്ലെ, സൈഡ് എന്നാണ് പറയുന്നത്. പക്ഷെ നാവിന്റെ അറ്റം എവിടെ വരെ സ്പർശിക്കുന്നു? മേലെ രണ്ട് മുൻപല്ലുകളുടെ ഉൾഭാഗത്തിൽ മുരടിൽ പോയി സ്പർശിക്കുന്നു. അതുവരെയും ഇതിങ്ങനെ നീളുകയാണ്. നാവിന്റെ ആ തലപ്പ് നീണ്ടുകൊണ്ട് ഈ പിൻഭാഗത്തുനിന്ന് മുൻഭാഗം വരെയും ഈ ശബ്ദം, ഇതിന്റെ ഉച്ചാരണം ദീർഘിച്ചു വരുന്നു. നുത്ഖുദ്വാദ്. അതാണ് ഇസ്തിതാല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ സൂചിപ്പിച്ചാണ് ഇടത് ഭാഗത്ത് നിന്നാണ് നല്ലത്, എളുപ്പം. വലതു ഭാഗത്തു നിന്നും രണ്ട് സൈഡിൽ നിന്നും ചേർത്തുകൊണ്ടും ആകാവുന്നതാണ്. എന്നാലും ദ്വാദിന്റെ ശരിയായ ഉച്ചാരണം തന്നെയാണ്. എന്നാൽ ഏറ്റവും പ്രയാസകരമാണ് രണ്ട് സൈഡും കൂടി ചേർത്ത് ഉച്ചരിക്കുക. നിർബന്ധമായും ഉച്ചരിച്ച് പരിശീലനം നേടേണ്ട ഒരു ഹർഫാണ് ദ്വാദ്. ദ്വാദിൽ തഫ്ഖീം നൽകണം. ഇത്ബാഖിന്റെ അക്ഷരമാണ്, ഇസ്തിഅലാന്റെ അക്ഷരമാണ്. അതുപോലെ ഈ
അതിന് മാത്രമുള്ള ഇസ്തിത്താല എന്ന സിഫത്ത് ഇതൊക്കെ നൽകിക്കൊണ്ട് ശരിയായ വിധത്തിൽ ദ്വാദ് ഉച്ചരിക്കുക എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പലരും തെറ്റിക്കാറുള്ളത് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ അവസ്ഥയാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ദ്വാദ് പലർക്കും ശരിയായിരിക്കും. എന്നാൽ വേറെ ദ്വാദുകളിലേക്ക് പോകുമ്പോ ഒക്കെ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു ശബ്ദമാണ് അല്ലാ അല്ലാ എന്ന നാവിന്റെ അറ്റം മുൻപല്ലിൽ തട്ടിക്കൊണ്ട് പറയുക. ചിലരുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ അത് തീരെ ഇത് തന്നെ അല്ലാലിന്ന് പറയുന്നവരാണ്. അത് പാടില്ല, തെറ്റാണ്, സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ദ്വാദ്, ലാം മുഫഖമ, ളാ ഇവയെല്ലാം 3 മഖ്റജാണ്, 3 പ്രത്യേകതകളുള്ള 3 അക്ഷരങ്ങളാണ്. ഇത് സൂക്ഷിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. എട്ടാമത്തേതാണ് അൽ ഗുന്ന. അതും ഒരു സിഫത്താണ്. നൂനും മീമും ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്നതായ ആ മണിക്കൽ ശബ്ദമാണ്. അത് തഹറകത ഔ സകനത വാഹിറതൈനി മുദ്ഗമതൈനി മുഖ്ഫാതൈനി ഇതിലൊക്കെയും എന്തുണ്ട്? ഗുന്നത്തുണ്ട്. ഹറക്കത്ത് നൽകപ്പെടുന്ന നൂനിനും മീമിനും ഗുന്നത്തുണ്ട് അല്ലേ? നമൂതു വനഹ്യ, നൂന് മീമ്, നമൂ 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 നമൂ. ഇത് ഖൈശൂമില് പ്രശ്നമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമൂത്തു ശരിക്കും പറയാൻ കഴിയില്ല. നമൂതു വനഹ്യ ഹറക്കത്ത്. ഔ സകനത ഫമൻ അഗ്ലമു സുകൂൻ നൽകുമ്പോൾ വാഹിറതൈനി മുദ്ഹറതായ ഇൽഹാറിന്റെ സന്ദർഭത്തിലോ ഔ മുദ്ഗമതൈനി ഇദ്ഗാമിന്റെ സന്ദർഭത്തിലോ അല്ലെങ്കിൽ ഔ മുഖ്ഫാതൈനി ഇഖ്ഫാ ചെയ്ത് നൂനിനെയും മീമിനെയും ഉച്ചരിക്കുന്ന സന്ദർഭത്തിലൊക്കെയും അതിൽ എന്തുണ്ട്? ഗുന്ന എന്ന സിഫത്ത് അതിലുണ്ട്. പക്ഷേ അതിന്റെ തൂല്, അതിന്റെ ദൈർഘ്യം ഓരോ അതിന്റെ വദഅനുസരിച്ച്, അതിന്റെ അവസ്ഥക്കനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, വ്യത്യാസപ്പെടുന്നതാണ്. ഇദ്ഗാമിന്റെയും ഇഖ്ഫാന്റെ സമയത്ത് കൂടുതലായിരിക്കും. ശ്രദ്ധ നൽകി ഉച്ചരിക്കുമ്പോൾ അത് കൂടുതൽ ആയിരിക്കും. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇദ്ഗാമാണ് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ആ സമയത്തൊക്കെ കൂടുതൽ ഗുന്നത്ത് നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ നൂനിലും മീമിലും അടിസ്ഥാനമായിട്ടുള്ള ഒരു സിഫത്താണ് അൽ ഗുന്ന. ഇനി ഇവിടെ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്. എല്ലാ അക്ഷരത്തിനുമുള്ളതായ സിഫാത്തിന്റെ പട്ടികയാണ് ഇവിടെ. ഹംസയിൽ ജഹറുണ്ട്, ഷിദ്ദത്തുണ്ട്, ഇസ്തിഫാലുണ്ട്, ഇൻഫിതാഹുണ്ട്. അപ്പോൾ മജ്ഹൂറത്തുൻ, ഷദീദത്തുൻ, മുസ്തഫിലത്തുൻ, മുൻഫതിഹ അൽ ഹംസ. ബായിൽ 5 സിഫത്തുകളാണത്. മജ്ഹൂറ, ഷദീദ, മുസ്തഫില, മുൻഫതിഹ, മുഖൽഖല. താ വീണ്ടും മഹ്മൂസ, താ ഹംസിന്റെ അക്ഷരമാണ്. ഷദീദ, മുസ്തഫില, മുൻഫതിഹ. അതുപോലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ജഹർ, ബൈനിയ, ഇസ്തിഫാൽ, ഇൻഫിതാഹ്, ഇൻഹിറാഫ്, തക്രീർ. ഇതെല്ലാം ഉള്ളതാണ് റാ. 6 സിഫത്തുകളാണ് റാഇനുള്ളത്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് മൊത്തത്തിലുള്ള അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ സിഫത്തുകൾ. ഇത് മുഴുവനായി വായിക്കാൻ സമയം മതിയാവും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒഴിവാക്കുകയാണ്. എല്ലാ അക്ഷരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 29 അക്ഷരങ്ങൾക്കും വരുന്നതായ മൊത്തം സിഫത്തുകളുടെ പട്ടികയാണ് അവിടെ. ഇനി മൊത്തത്തിൽ വരുന്നതായ അബദ്ധങ്ങളെ അവസാനമായി സൂചിപ്പിക്കുന്നു. അലിഫ് ഉച്ചരിക്കുമ്പോൾ വരുന്ന തെറ്റുകളാണ്. അദമു ഫത്ഹിൽ ഫമി ബിൽ മിഖ്ദാരിൽ മത്ലൂബ് ഇൻദ അൻ-നുത്ഖി ബി. ശരിയായ പൂർണ്ണമായ അതിന് നൽകേണ്ടതായ വായ തുറന്നുകൊണ്ടുള്ള ശബ്ദം നൽകാതെ, വായ പൂർണ്ണമായും തുറക്കാതെ, എന്ന് ശരിക്ക് പറയാതെ ഒരു അല്പം മാത്രം വായ തുറന്നുകൊണ്ട് പറയാ. മൂസ മൂസ എന്ന് വ്യക്തമാക്കണം. മൂസ അല്ലേ? وما تلك بيمينك يا موسى صحف إبراهيم وموسى. രണ്ടാമത്തേത് ഖൽതു സൗതിഹ ബിശൈഇൻ മിൻ സൗതിൽ യാ. ഒരു യാഇന്റെ ഖൽത്ത് ഒരൽപ്പം മിക്സ് അലിഫിലേക്ക് ചേർത്ത് പറയാ. ഇമാലത്ത് നൽകപ്പെടുന്ന അലിഫ് പോലെ മേലിക്കി എന്ന് പറയാ. മേലിക്കി അത് തെറ്റാണ്, അങ്ങനെ പറയരുത്. മാലിക്കി
മാലികി. ഇമാലത്ത് ചെയ്യപ്പെടുന്ന ഒരു അലിഫ് മാത്രമാണ് നമ്മുടെ റിവായത്തിലുള്ളത്. നമ്മുടെ റിവായത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? റിവായത്തു ഹഫ്സിൻ അൻ ആസിം. ഓർത്തു വെക്കുക, നമ്മൾ പാരായണം ചെയ്യുന്ന റിവായത്തിന്റെ പേരാണ് റിവായത്തു ഹഫ്സിൻ അൻ ആസിം. ഹഫ്സ് ബിൻ സുലൈമാൻ ബിൻ മുഗീറ അൽ കൂഫി അൽ അസദി അൽ കൂഫി തന്റെ ഉസ്താദായ ആസിം ഇബ്നു അബിൻ നജൂദ് അൽ കൂഫിയിൽ നിന്നും ഉദ്ധരിക്കുന്നതായ ഖിറാഅത്ത് അല്ലെങ്കിൽ റിവായത്ത്. ആസിം ഖാരി ആണ്. 10 മുതവാത്തിറായ ഖിറാഅത്തുകളുടെ ഉടമകളിൽ ഒരാളായ ഖാരി ആയ ആസിം ഇബ്നു അബിൻ നജൂദ് അൽ കൂഫി, ഇമാം ആസിം, അദ്ദേഹമാണ് പ്രസിദ്ധനായ ഖാരി. അദ്ദേഹത്തിന്റെ ശിഷ്യനായ റാവിയായ ഹഫ്സിന്റെ റിവായത്ത് പ്രകാരമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ഹഫ്സിന്റെ റിവായത്തിൽ ഒറ്റ മുമാലത്തായ അലിഫ് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതൽ നീട്ടി പറയല്ല, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, ഒരു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. സൂറത്ത് ഹൂദിൽ ബിസ്മില്ലാഹി മജ്രിഹാ വമുർസാഹാ, ബിസ്മില്ലാഹി മജ്രിഹാ വമുർസാഹാ, അവിടെ ഇമാല കുബ്ര നൽകിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ആയത്തിന്റെ നമ്പർ പെട്ടെന്ന് മറന്നു പോകുകൊണ്ടാണ് ഞാൻ ഖുർആൻ മറിക്കുന്നത്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. 41, ആയത്ത് നമ്പർ 41 സൂറത്ത് ഹൂദ് 41 226 പേജ്. അവിടെ നിർബന്ധമായും ഇമാല കുബ്ര നൽകിക്കൊണ്ടാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഇമാല കുബ്ര എന്നത് ഖിറാഅത്തുകളിൽ അസ്ല് സാബിത്തായിട്ടുള്ള സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ റിവായത്തിൽ ഈ ഒരു പദത്തിൽ മാത്രമാണ്. മജ്രേഹ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. മജ്റാഹ എന്ന അലിഫ് മഖ്സൂർ ആയിരുന്നു അത്. ആ അലിഫ് മഖ്സൂറിനെ ഇമാല ചെയ്യുന്ന എല്ലാ അലിഫ് മഖ്സൂറിനെയും ഇമാല ചെയ്യുന്ന, ഇമാല കുബ്ര നൽകുന്ന റിവായത്തുകൾ വേറെ ഉണ്ട്. കൂഫക്കാരായ മറ്റു ഖാരികൾ അലിയുൽ കിസായിയും ഹംസത്ത് സയ്യാത്തും ഒക്കെ ഇമാലത്തിന്റെ ആളുകളാണ്. അതുപോലെ വേറെയും ഖിറാഅത്തുകളൊക്കെ കാണാം. ഇമാല സുഗ്റയുണ്ട്, തഖ്ലീൽ എന്ന് സാങ്കേതികമായി പറയുന്ന ഇമാല സുഗ്റ. അങ്ങനെയൊക്കെ ഇമാലത്തുകൾ വ്യത്യസ്തങ്ങളാണ്. നമ്മുടെ റിവായത്തിൽ ആകെ ഈ ഒരു ഇമാലത്ത് മാത്രമാണ് സാന്ദർഭികമായി ഓർക്കുക. അവിടെ മജ്രേഹ എന്ന് ഇമാലത്തോടുകൂടി അലിഫും യാവുമല്ലാത്ത, ഫത്ഹയും കസ്റയുമല്ലാത്ത ഒരു ശബ്ദത്തോടുകൂടി ഉച്ചരിക്കേണ്ടതാണ്. മജ്രേഹ വമുർസാഹ. ശരി, മൂന്നാമതായി അലിഫിന്റെ ഉച്ചാരണത്തിൽ വരുന്ന തെറ്റാണ് എന്ത് ചെയ്യുക? സൗത്തിയ ബിശൈഇൻ മിൻ സൗത്തിൽ വാവ്. അലിഫിനോട് ഹോ എന്നൊരു വാവിന്റെ ശബ്ദം കലർത്തിക്കൊണ്ട് പറയാം. ഹോ ഹോ എന്നിങ്ങനെ പറയാം. ഖാലിദീൻ ഖാല എന്ന് പറയുക, അതും തെറ്റാണ്. നാലാമതായി തഫ്ഖീമുഹ ഫി മഹല്ലി തർഖീഖ്. തർഖീഖിന്റെ സന്ദർഭമാണ് അലിഫിന്, അവിടെ തഫ്ഖീം കൊടുക്കുക. അന്നഹാറ നഹാറ എന്ന് തർഖീഖ് ചെയ്യേണ്ടതിന് പകരം അന്നഹാറ എന്ന് തഫ്ഖീം നൽകുക. അന്നാറ അന്നാറ എന്ന് തഫ്ഖീം നൽകി. അൽ ബാത്തിൽ അൽ ബാത്തിൽ എന്ന് തഫ്ഖീം നൽകി അലിഫിനെ ഉച്ചരിക്കൽ തെറ്റാണ്. അഞ്ചാമത്തേത് തഫ്ഖീമിന്റെ സന്ദർഭത്തിൽ തർഖീഖ് കൊടുക്കുക. ഖാലിദീൻ ഖാലിദീൻ എന്ന് തർഖീഖാക്കുക. ഗായിബ ഗായിബ എന്ന് തർഖീഖാക്കുക. ആറാമത്തേത് ഗുന്നത്ത് കൊടുക്കുക. അർ-റഹ്മാൻ എന്ന് പറയാ, അല്ലേ? അർ-റഹ്മാൻ റഹ്മാൻ എന്ന അലിഫിലേക്ക് ഒരു ഗുന്നത്ത് ചേർക്കുക, മിക്സ് ചെയ്യുക. റഹ്മാൻ കരിമൂക്ക് കൂടി ചേർത്തുകൊണ്ട്, മൂക്കിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അലിഫിനെ പറയാം. തെറ്റാണത്. അൽ വാവുൽ മദ്ദിയ, ദീർഘാക്ഷരമായ വാവ് ഉച്ചരിക്കുമ്പോഴുള്ള തെറ്റുകളാണ്. ശരിയായ വിധത്തിൽ ദമ്മ് ചെയ്യാതെ ചുണ്ടുകൾ റൗണ്ട് ആക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദമ്മ് നൽകി ദീർഘിപ്പിക്കുമ്പോഴെങ്കിലും വാവിനെ സ്വന്തം ഉച്ചരിക്കുമ്പോഴൊക്കെയും റൗണ്ട് ആവണം. അങ്ങനെ പൂർണ്ണമായ രണ്ട് ചുണ്ടുകളെയും ദമ്മ് ചെയ്യാതെ, ഇങ്ങനെ ചേർത്ത് വെക്കാതെ അല്ലെങ്കിൽ റൗണ്ട് ആക്കാതെ എന്ത് ചെയ്യാ? തഅമലൂൻ എന്ന് പറയാ, തെറ്റാണ്. തഅമലൂൻ എന്ന് വ്യക്തമാക്കണം. യഖൂലൂന വല്ലാതെ യഖൂലൂന എന്നിങ്ങനെ ആക്കരുത്, അത് താഴെ പറയുന്നുണ്ട്.
മുബാലഗ ഫി ദ്ദഗ്തി അല ശഫതൈൻ, അതാണ് രണ്ടാമത്തേത്. അതിൽ മുബാലഗ കാണിക്കുക, അമിതമായ രൂപത്തിൽ എന്ത് ചെയ്യുക, യഖൂലൂന എന്നിങ്ങനെ വല്ലാതെ ദമ്മ് ചെയ്യുക, ദഗ്ത് ചെയ്യുക, ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് പറയുക. മൂന്നാമതായി ഖൽതു സൗതി ബിശൈഇ മിൻ സൗത്തിൽ അലിഫ്, അലിഫിൻ്റെതായ ഒരു ശബ്ദം അതിലേക്ക് മിക്സ് ചെയ്യുക. പറയേണ്ട എന്നാൽ അലിഫ് ചേർത്തുകൊണ്ട് പറയാ. നാലാമതായി യാ ചേർക്കുക, എന്ന് വ്യക്തമാക്കേണ്ടതിലേക്ക് ഒരു യാന്റെ ശബ്ദം ചേർത്തുകൊണ്ട് യൂഖിനൂൻ എന്നൊരു അവ്യക്തമായ യാ തോന്നിപ്പിക്കുന്ന വിധത്തിൽ പറയുക. അഞ്ചാമതായി പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ഗുന്നത്ത്, മൂക്ക് ചേരുക. അസ്സാലിമൂൻ, എന്ന് പറയാം, മൂൻ എന്ന് ഖൈശൂമ് അതിൽ സ്വാധീനിക്കുക, ഉന്നത്തിന്റെ കലർപ്പ് അതിലുണ്ടാവുക. തെറ്റാണ്, സൂക്ഷിക്കേണ്ടതാണ്. യാഇൽ മദ്ദിയ, ദീർഘാക്ഷരമായ യായിൽ വരുന്നതായ അബദ്ധമാണ് യാ വ്യക്തമായി ഉച്ചരിക്കാതെ അതിലും ഒരു അലിഫിന്റെ മിക്സ് അല്പം ചേർത്തുകൊണ്ട് നസ്തഈൻ എന്ന് പറയാ. നസ്തഈൻ, നസ്തഈൻ, ഐനിന്റെ കസ്റ, അതുപോലെ ദീർഘമായ യാ, ദീർഘാക്ഷരമായ യാ, ഇതൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. സൂക്ഷിക്കുക. ഫാത്തിഹയിലൊക്കെ പ്രത്യേകിച്ചും എന്നല്ല, മുഹഫ്ഫളീങ്ങളാണ് എന്റെ മുമ്പിലുള്ളത്, എല്ലാ ഭാഗവും ശരിയായ വിധത്തിൽ പാരായണം ചെയ്യുകയും കുട്ടികളെ ആ രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യണം, സൂക്ഷിക്കേണ്ടതാണ് ഇതെല്ലാം തന്നെ. അൽ മുസ്തഖീം, അവിടെ രണ്ടാമത്തെ അബദ്ധം പറഞ്ഞത് അല വസത്തിൽ ലിസാൻ, മുസ്തഖീം, ഇങ്ങനെ നാവിനിങ്ങനെ വല്ലാതെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ദഗ്ത് ചെയ്തുകൊണ്ട് പറയാം. മുസ്തഖീം, ഖീം വല്ലാതെ അങ്ങനെ അമർത്തി വെക്കുക, അങ്ങനെ വരരുത്. അൽ മുസ്തഖീം, മുസ്തഖീം എന്ന് വ്യക്തമാക്കുകയാണ് വേണ്ടത്. അവസാനമായി മൂന്നാമതായി അതിലും ഉന്നത്ത് കലർത്തിക്കൊണ്ട് അൽ ആലമീൻ, മീൻ എന്നിങ്ങനെ ഒരു ഉന്നത്ത് അതിലേക്ക് കലർന്നു വരിക, അത് സൂക്ഷിക്കേണ്ടതാണ്, തെറ്റാണ്. ഹൽക്കിന്റെ അക്ഷരങ്ങൾ ഹംസ പലതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. പലതും ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ പല തെറ്റുകളും ഇദ്ദേഹം ഇവിടെ എടുത്തു കൊടുത്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ മലയാളികൾക്ക് ഒരുപക്ഷെ സംഭവിക്കാത്ത, അറബികളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നതാണ്. ചിലതൊക്കെ താഴെ വരുന്നുണ്ട്, ഞാൻ പറയാം. ഇവിടെ എന്ന് പറയാ, തഫ്ഖീം ചെയ്യാ. ഒന്നാമത്തേത് ഹംസയെ തഫ്ഖീം ചെയ്യാ. ഹുറൂഫുൽ ഹൽഖ് പറയുമ്പോ ഹംസയെ തഫ്ഖീം ചെയ്യാ. അസാബിഅഹും, അസാബിഅഹും എന്ന് പറയാ. എന്ന് പറയേണ്ടതിന് പകരം അസാബിഅഹും എന്ന് ഹംസക്ക് തഫ്ഖീം കൊടുക്കുക. രണ്ടാമത്തെ തസ്ഹീൽ ചെയ്യാ, ഒരു ലോലമായ അവസ്ഥയിൽ. തസ്ഹീൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പദത്തിലാണ് നമ്മുടെ റിവായത്തിൽ തസ്ഹീൽ ചെയ്യേണ്ടത്. തസ്ഹീലുൽ ഹംസാത്ത്, ഹംസകളെ തസ്ഹീൽ ചെയ്യുക എന്നതും നേരത്തെ പറഞ്ഞ ഇമാലത്ത് പോലെ തന്നെ ഖിറാഅത്തുകളിൽ സ്ഥാപിതമായ, അസ്ല് സ്ഥാപിതമായ ഒരു കാര്യമാണ്. ഒറ്റ സ്ഥലത്താണ് നിർബന്ധമായി വുജൂബൻ തസ്ഹീൽ ചെയ്യേണ്ടത്. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അനുബന്ധമായിട്ട്. വുജൂബൻ നിർബന്ധമായ നിലക്ക് തസ്ഹീൽ ചെയ്യേണ്ടത് ഒറ്റ സ്ഥലത്ത് മാത്രം. അതെവിടെയാണ്? സൂറത്തു ഫുസ്സിലത്തിന്റെ അവസാനത്തെ ആഖിറിന്റെ മക്കബിലുള്ള പേജ് എന്താണ്, 51 മറ്റാണ് ആയത്ത് നമ്പർ, ഞാൻ മറന്ന്. അഅ്ജമിയ്യുൻ എന്നതിലുള്ള രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്യൽ നിർബന്ധമാണ്. റിവായത്ത് ഹഫ്സിൽ അഅ്ജമിയ്യുൻ, അഅ്ജമിയ്യുൻ എന്ന് വ്യക്തമാക്കരുത്. 44-ാമത്തെ ആയത്ത്, 44-ാമത്തെ ആയത്ത്, പേജ് നമ്പർ 481 നിങ്ങൾക്ക് നോക്കാം. അവിടെ എന്ത് ചെയ്യണം? അഅ്ജമിയ്യുൻ എന്ന് രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്യണം. ബൈന ഹംസയും അല്ല അലിഫും അല്ലാത്ത രൂപത്തിൽ ഉച്ചരിക്കണം. ബാക്കി എല്ലാ ഹംസകളെയും വളരെ കൃത്യമായി ക്ലിയർ ആയി മുറിച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതെവിടെയാണ്? എല്ലാ ഹംസയും ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ യാ അയ്യുഹ എന്ന് പറയൂല, പലതും തെറ്റാണ്. യാ അയ്യുഹ അങ്ങനെ ഒതുങ്ങിപ്പോകും.
പല കുട്ടികളുടെയും ഓത്തുകൾ പല മർക്കസിലും നാട്ടിലുള്ള ഹലക്കകളിലെ മാഹദുകളിലുള്ള കുട്ടികളുടെ ഓത്ത് വളരെ എന്താ പറയാ സൂക്ഷ്മമല്ലാത്ത വിധത്തിലാണ് അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹുറൂഫുൽ ഹൽഖൊക്കെ പ്രത്യേകിച്ച് ഹംസ, ഐന്, ഒക്കെയും ക്ലിയർ ആയിട്ടില്ല. അവരുടെ ഓത്തിൽ ക്ലിയർ അല്ല. അങ്ങനെ എനിക്ക് വളരെ വ്യക്തമായി അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോ എന്റെ ഒരു മോൻ നാട്ടിൽ പഠിച്ചിട്ടുള്ളവന് ഹിഫ്ള് പൂർത്തിയാക്കി. അവർക്കൊക്കെയും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ എന്ന് ഹംസ ക്ലിയർ ആവണം. ഈ ഹംസ ക്ലിയർ ആക്കണം. മൂന്നാമത്തെ അബദ്ധം ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇതും കൂടി സൂചിപ്പിക്കുക. ജമിയുൻ എന്ന രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്യണം. ഈ തസ്ഹീൽ ചെയ്യൽ മറ്റു പല റിവായത്തുകളിലും ഉള്ളതാണ്. എന്നാൽ നമ്മളെ റിവായത്തിൽ ഇവിടെ മാത്രമാണ്. അൻതും നേരത്തെ അൻതും എന്ന് ഓതുന്നവരുണ്ട്. അശദ്ദു ഖൽഖൻ എന്ന് ഓതുന്ന റിവായത്തുണ്ട്. അതുപോലെ നമ്മുടെ റിവായത്തിൽ ജവാസൻ ജായിസായ രണ്ട് പദങ്ങളുണ്ട്. ഒന്ന് ഹംസത്തുൽ ഇസ്തിഫാം ചേർന്ന പദങ്ങളാണ്. അല്ലാഹു അദിന ലക്കും അം അലല്ലാഹ്, അല്ലാഹു ഖൈറുൻ. അങ്ങനെ ആ രണ്ട് അല്ലാഹു ഉണ്ട്. ഒന്ന് നംലിലും മറ്റൊന്ന് യൂനുസിലും. അതുപോലെ മറ്റൊന്ന് യൂനുസ് അല്ല, അല്ലാഹു ഒന്ന് നംലിലാണ്, ആന രണ്ടെണ്ണം യൂനുസിലുണ്ട്. 51 91 ആണെന്നാ എന്റെ ഓർമ്മ. അല്ലാഹു രണ്ടെണ്ണം ഉണ്ടല്ലോ. ഓക്കെ, മറ്റേ അള്ളാഹുയുടെ അല്ലാഹു അദിന ലക്കും അം അലല്ലാഹി തഫ്തറൂൻ, അത് യൂനുസ് തന്നെയാണല്ലോ അല്ലെ? അതെ. ഈ ഇസ്തിഫാമിന്റെ ഹംസ പ്രവേശിച്ച ഈ പദങ്ങളിൽ റിവായത്ത് ഹഫ്സിൽ രണ്ട് രീതി അനുവദനീയമാണ്. ഒന്നുകിൽ മദ് മുഷ്ബഅ, 6 ഹറക്കത്തിന്റെ അളവിൽ ലാസിമായ ദീർഘം നൽകുക, അല്ലെങ്കിൽ തസ്ഹീൽ ചെയ്യുക. ഈ പറഞ്ഞതുപോലെ അല്ലാഹു എന്ന് ഓതലും ജായിസാണ്. അല്ലാഹു അൽ ആന എന്ന് രണ്ടാമത്തെ ഹംസയെ അലിഫുമല്ല ഹംസയുമല്ലാത്ത വിധത്തിൽ തസ്ഹീൽ ചെയ്തു ഓതാം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 6 മണി നിങ്ങൾക്ക് 8:30 മണിയായിട്ടുണ്ടാവും. ഇങ്ങനെ പോകുന്നു പല അബദ്ധങ്ങളും. പെട്ടെന്ന് പറയാം. വഖഫ് ചെയ്യുമ്പോൾ ഹംസ വ്യക്തമാക്കാതെ അസ്സമാ അസ്സമാ എന്ന് വ്യക്തമാക്കി ഹംസയിൽ വഖഫ് ചെയ്യേണ്ടതിന് പകരം അസ്സമാ എന്ന് അവ്യക്തമാക്കുക. അതാണ് മൂന്നാമത് പറഞ്ഞത്. ശേഷം ഹായിന്റെ ഉച്ചാരണമാണ്. ഹാ ഉച്ചരിക്കുമ്പോൾ തഫ്ഖീം കൊടുക്കുക. ദീന എന്നത് വ്യക്തമാവാതെ ഒരു ദഈഫായ വിധത്തിൽ ഉച്ചരിക്കുക. ജിബാഹുഹും ജിബാഹുഹും എന്നൊക്കെ ഹായ് പോലെ ഉച്ചരിക്കുക. മുസബ്ബിഹു, ഹായിന് പിന്നാലെ ഹായ് വന്നു, ആ ഹായിനെ വ്യക്തമാക്കണം. അത് മുസബ്ബിഹു ഹായ് പോലെ ആയി പോവുക. ഇതൊക്കെ തെറ്റാണ്, സൂക്ഷിക്കേണ്ടതാണ്. ഫഅലൂ മാലിയഹ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ ഹായിനെ വളരെ വ്യക്തമാക്കേണ്ടതാണ്. അതും അവ്യക്തമായി പോവുക. ഇതാണ് ഹായിലുള്ള തെറ്റുകള്. നഅബുദു നഅബുദു എന്ന് അലിഫ് പോലെ ഉച്ചരിക്കുന്നു. യഅമലൂൻ മുർക്കിയ ബത്രു സൗതിയ, യഅമലൂൻ എന്ന് മുറിഞ്ഞുകൊണ്ട് ആയിന് ഉച്ചരിക്കുക. തവസ്സുത്തിന്റെ അർഫാണ്, ബൈനിയ ഉള്ള അർഫാണ്. വ്യക്തമായി ആയിന് ഉച്ചരിക്കണം. അത് യഅമലൂൻ എന്ന് മുറിഞ്ഞു വരിക പാടില്ല, തെറ്റാണ്. അതുപോലെ ആസൗ തഫ്ഖീം നൽകുക, ആയിന് തെറ്റാണ്. ഹംസ പോലെ ഉച്ചരിക്കുക നമ്മൾ സൂചിപ്പിച്ചു. ഹംസ പോലെ ഉച്ചരിക്കുക അല്ലെ? ലമു ത ലമു എന്നിങ്ങനെ ഹംസ പോലെ. ആദ്യം പറഞ്ഞ അലിഫ് പോലെ എന്നാണ്. പിന്നെ ഹായ് പോലെ പറയാം. അൽ ഹംദു അൽ ഹംദു, ഇതൊക്കെ തെറ്റുകളാണ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഗൈന് ഖാഫ് പോലെ, അതിവിടെ അറബികൾക്കൊക്കെ അധികം വരുന്നതാണ്. ഖൈരിൽ മഖ്ദൂബി എന്ന് പറയും. അത് തെറ്റാണ്. ഈ അറബികളിൽ ഉണ്ടാകുന്ന ഒരു അബദ്ധമാണത്. അതുപോലെ തന്നെ നേരെ തിരിച്ചും ഖാഫ് ഗൈനായിട്ടും അവർ പറയും. വലാ തുസിഖ് വലാ തുസിഖ് വലാ തുസിഖ് എന്നൊക്കെ ഖാഫ് പോലെ പറയും.
ഗൈനിനെ ഖാ ആക്കി പറയാ യഖ്ഷ എന്ന് യഗ്ഷ. ഖൽഖല നൽകുക മഗ്ദൂബി തെറ്റാണ്. തഫ്ഖീമിൽ എന്ത് ചെയ്യുക മുബാലഗ മിൻ ഗൈലിൻ എന്ന് വല്ലാതെ പറയാ അത് പാടില്ല. തഫ്ഖീം നിസ്ബിയാണ്. കസ്റാകുമ്പോ കുറഞ്ഞ തഫ്ഖീമേ വേണ്ടതുള്ളൂ. ഖാലിദീൻ എന്ന് തഫ്ഖീം ചെയ്യേണ്ടത് ഒഴിവാക്കുക. സൂചിപ്പിച്ച കാര്യമാണ് എന്ന് തോന്നുന്നു. ഖാലിദീൻ എന്ന് തർക്കീഖ് കൊടുക്കുക തെറ്റാണ്. വഖീഫ അവിടെയും തഫ്ഖീം കൂടുതൽ കൊടുക്കുക തെറ്റാണ്. അങ്ങനെ എല്ലാ അക്ഷരങ്ങളും ധാരാളം അക്ഷരങ്ങളുടെ തെറ്റുകൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നു. യാ ഉച്ചരിക്കുമ്പോൾ ഇയ്യാക എന്ന് ദഗ്ത് ചെയ്യുക, നാവിനെ അമർത്തുക, അത് തെറ്റാണ്. നൂന് ഇൽഹാർ മുത്തലഖ് നൽകേണ്ടതിന് പകരം മണിച്ചുകൊണ്ട് പറയാ തെറ്റാണ്. ദ്വാദിനെ വാ ആക്കുക തെറ്റാണ്. ദ്വാദിന്റെ ഉച്ചാരണത്തിലുള്ള തെറ്റാണ്. ദാലാക്കി പറയും യുഫീദൂന എന്ന് പറയാ തെറ്റാണ്. ദ്വാദിന്റെ സുക്കൂന് കൊടുക്കുമ്പോ ഖൽഖല. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, സൂക്ഷിക്കേണ്ടതാണ് എന്ന് മൊത്തത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അധിക ഹർഫുകളും ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴുള്ള അബദ്ധങ്ങളാണ് സൂചിപ്പിച്ചത്. ഗൈന് പോലെ റാ ഉച്ചരിക്കുക. അല്ലേ, അല്ലെങ്കിൽ വേറെ ഒരു ശബ്ദമായി ആയിമായ ഒരു മുഴക്കത്തോടുകൂടിയുള്ള അർറഹ്മാനി പറയുക തെറ്റാണ്. റാഹണം വ്യക്തമാവണം. അർറഹ്മാനി അർറഹ്മാനി എന്ന് തന്നെ ഉച്ചരിക്കണം. തഫ്ഖീം ചെയ്യപ്പെട്ട ഒറ്റ റാ. അതുപോലെ തർക്കീഖ് ചെയ്യേണ്ട സ്ഥലത്ത് തഫ്ഖീം കൊടുക്കുക. മുദക്കിർ തഫ്ഖീം കൊടുക്കേണ്ട തർക്കീഖ് കൊടുക്കുക. മറിയം ഇത് മരിയം എന്ന് അവിടെ അറബികൾക്കുള്ള തെറ്റാ. അധികം ഒരു സംസാരത്തിൽ മരിയം എന്നേ പറയുള്ളൂ. മരിയം മറിയം എന്ന് തഫ്ഖീം ചെയ്യേണ്ടത് ഓതുമ്പോഴും തർക്കീഖോട് കൂടി പറയും. അതുപോലെ തക്രീർ നമ്മൾ സൂചിപ്പിച്ചു. കൂടുതൽ തക്രീർ അർ എന്ന് വിറപ്പിക്കുക. ശരി, പിന്നെ ഉച്ചരിക്കുമ്പോ ഹംസ് കൊടുക്കാം. ഫത്തോല എന്ന് ഹംസോട് കൂടി പറയാം. അത് തെറ്റാണ്. തീ എന്ന് വല്ലാതെ തീ എന്ന് തർക്കീഖ് കൊടുക്കരുത്, മറിച്ച് തഫ്ഖീം നിസ്ബിയാണ്, കുറഞ്ഞ തഫ്ഖീം എന്നാണ് ഉച്ചരിക്കേണ്ടത്. ദാലിനെ എന്ന് താവ് പോലെ പറയുക. സുദൂർ ദാലിന് തഫ്ഖീം കൊടുക്കുക തെറ്റാണ്. മുബാലഗ ഫി ഹംസിഹ തതവഫാഹും അത് തതവഫാഹും എന്ന് കൂടുതൽ ഹംസ് കൊടുക്കുക. ഇത് ഇവിടെ മഗ്രിബികൾക്കൊക്കെ ഉള്ളൊരു അവരുടെ സംസാരം തന്നെ അങ്ങനെ തന്നെയാണ്. മൊറോക്കോക്കാര്, മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ പോലുള്ള നാടുകളിലുള്ള അറബികൾ തഫ്ഖീം ചെയ്യുക. എന്ന് തായിനും തഫ്ഖീം കൊടുക്കുക തെറ്റാണ്. ഹംസ് ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് സുക്കൂന് കൊടുക്കുമ്പോൾ എന്ന് ഹംസ് കൊടുക്കണം. എന്ന് ഹംസ് ഇല്ലാതെ ഉച്ചരിക്കുക. ഹംസ് എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ സഫീർ കുറയുന്ന പ്രശ്നമാണ്. സ്വാദ്, സീന്, സായി. പിന്നെ ചുണ്ടിന്റെ സ്വാധീനം സ്വാദ് ഉച്ചരിക്കുമ്പോൾ അഷ്റഫത്തി സുഫ്ല എന്ന് ചുണ്ട് ചേർത്തുകൊണ്ട് ഉച്ചരിക്കുക. ഇതാണ് സ്വാദ്, സായി, സീന് ഇവ ഉച്ചരിക്കുമ്പോഴുള്ള തെറ്റുകളിൽ പെട്ടതാണ്. സ്വാദിന് തഫ്ഖീം കുറച്ചു കൊടുക്കണം.
കസ്റാകുമ്പോൾ അൽ മസീർ മസീർ വല്ലാതെ തർക്കീഖാകുക. തഫ്ഖീമുസ്സീൻ യസ്തുറൂൻ എന്ന് യസ്തുറൂൻ യസ്തുറൂൻ ഫാഇന് മാത്രമേ തഫ്ഖീം കാണുള്ളൂ.